ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ലാസ്റ്റ് വീക്ക് ഷോപ്പിങ്ങിന് പോയപ്പോൾ വാങ്ങിക്കൂട്ടിയ കുറേ അധികം സാധനങ്ങളാണ് ഈ കവറിലുള്ളത്. ഇതിൽ മെയിനായിട്ടും ക്രാഫ്റ്റ് ഐറ്റംസ് ആണ്, പിന്നെ വീട്ടിലേക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും മാക്രമേ റോപ്പാണ്. ഈ വീഡിയോ ഇപ്പോഴാണ് ഇടുന്നതെങ്കിലും ഞാനിതെല്ലാം ലാസ്റ്റ് വീക്ക് വാങ്ങിയതാണ്. ഇതിൽ ഓൾമോസ്റ്റ് സാധനങ്ങൾ യൂസ് ചെയ്ത് ക്രാഫ്റ്റ് ചെയ്യുന്ന ഷോർട്സ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഞാൻ ഏറ്റവും കൂടുതൽ ക്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ ഐസ്ക്രീം സ്റ്റിക്സ് ആണ്. അതുകൊണ്ട് 3 കവർ ഞാൻ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് ആകെ 3 റിബണാണുള്ളത്. അതിൽ ഒന്ന് വൈറ്റ്, ഒരു പിങ്ക്, പിന്നെ ഒരു പ്രിന്റഡ് വണ്ണുമാണ്. വേറെയും കളേഴ്സ് വാങ്ങണമെന്ന് പറഞ്ഞാണ് ഇത്തവണ കടയിൽ പോയത്. ഇത് പല സൈസസിലുള്ള റിബണിൻ്റെ ഒരു സെറ്റാണ്. പല കളറിലും ക്യൂട്ടായിട്ടുള്ള പാറ്റേൺസും ആണ് ഇതിൽ വന്നേക്കുന്നത്. ഇതിൽ ടോട്ടൽ 14 പീസസ് ഉണ്ട്. അടുത്തത് ഒരു സെറ്റ് റിബൺ ആണ്. അതിൽ 2 പീസസ് ആണ് വരുന്നത്. ഇതിന്റെ കളറും പാറ്റേണും കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇത് എടുത്തത്. ഈ പർപ്പിൾ ഷെയ്ഡ്സ് എവിടെ കണ്ടാലും പിന്നെ നമ്മുടെ വീക്ക്നെസ് ആണല്ലോ. ക്രാഫ്റ്റ് എല്ലാം ചെയ്ത് എൻ്റെ ഗ്ലൂ ഗണ്ണിന്റെ സ്റ്റിക്സ് എല്ലാം തീർന്നേ. പക്ഷെ ഇതൊരു വലിയ അബദ്ധമായിരുന്നു. ഈ സ്റ്റിക്സ് എൻ്റെ ഗ്ലൂ ഗണ്ണിന്റെ സൈസ് അല്ല. ഇത് തിൻ ഡബിൾ സൈഡ് ടൈപ്പ് ആണ്. എൻ്റെ അടുത്ത് ഒരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ അത് കാണാണ്ട് പോയി. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. ഇനിയിപ്പോൾ പുതിയത് വാങ്ങിയേക്കുന്നതുകൊണ്ട് പഴയത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് കുറച്ച് കട്ടിയുള്ള ടൈപ്പ് പാറ്റേൺ പേപ്പേഴ്സ് ആണ്. 6 ഡിഫറെന്റ് സൈസസിലുള്ള 24 ഷീറ്റ്സ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഇതിന്റെ ഒരു സൈഡിൽ മാത്രമേ പ്രിന്റ് ഉള്ളൂ, ബാക്ക് സൈഡ് വൈറ്റ് ആണ്. പിന്നെ നല്ല ഗ്ലോസി ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആണ് വന്നേക്കുന്നത്. അത്യാവശ്യം കട്ടിയുള്ളതുകൊണ്ട് നമുക്ക് നല്ല ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കാവേ. ഇതിൽ വന്നേക്കുന്ന പ്രിന്റ്സ് എല്ലാം നല്ല ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആയിട്ടുള്ള പ്രിന്റ്സ് ആണ്. ഈ പേപ്പർ യൂസ് ചെയ്തിട്ട് ഞാനൊരു മിനി നോട്ട്ബുക്കിന്റെ ഔട്ടർ കവർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ആ വീഡിയോയുടെ ഷോർട്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. കാണാത്തവരുണ്ടെ കണ്ടു നോക്കണേ. പിന്നെ നമ്മുടെ വീഡിയോസ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഈ ഗ്ലാസ് ബോട്ടിൽസ് എന്താണെങ്കിലും നിങ്ങൾ എൻ്റെ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള മിനി ബോട്ടിൽ സെറ്റാണ്. ഇതിൽ ടോട്ടൽ 10 ബോട്ടിൽസ് വരുന്നുണ്ട്. 5 എണ്ണം വെച്ചിട്ട് 2 സൈസസിലാണ് വരുന്നത്. ഞാനിത് വെച്ചിട്ട് ഇപ്പം തന്നെ 2-3 ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇത് കുറച്ച് വുഡൻ ബീഡ്സ് ആണ്. പല സൈസസിലുള്ള വാങ്ങാനാണ് ഞാൻ പോയത്, പക്ഷെ എനിക്ക് ഈ ഒരു സൈസ് മാത്രമേ കിട്ടിയുള്ളൂ. ഇതൊരു പേസ്റ്റൽ ഷെയ്ഡ്സിൽ വരുന്ന പാറ്റേൺ പേപ്പർ ബുക്കാണ്. ഇതിൽ ടോട്ടൽ 50 ഷീറ്റ്സ് ഉണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള കളേഴ്സിലും പ്രിന്റിലുമാണ് ഇത് വന്നേക്കുന്നത്. ഇതുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പേപ്പർ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ പ്രിന്റ് ഉള്ളൂ. 2 സൈഡിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായേനെ. എവിടെ കണ്ടാലും ഞാൻ വാങ്ങുന്നൊരു സാധനമാണ് ഈ സ്റ്റിക്കേഴ്സ്. അതിപ്പോൾ ജേർണലിങ്ങിനുള്ളതാണേലും കുഞ്ഞു പിള്ളേർക്കുള്ളതാണേലും ഞാൻ വാങ്ങും. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള 3D സ്റ്റിക്കേഴ്സ് ആണ്. ഇതും വേറൊരു 3D സ്റ്റിക്കേഴ്സ് ആണ്. ഇത് ഫ്രോസൺ തീമിൽ വരുന്ന സ്റ്റിക്കേഴ്സ് ആണ്. ഇതിനൊരു ഗ്ലിറ്ററിങ് എഫക്റ്റ് ഉണ്ട്, അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് കുറച്ച് കളേർഡ് A4 ഷീറ്റ്സ് ആണ്. ഇതിൽ ടോട്ടൽ 5 കളേഴ്സ് ആണ് വന്നേക്കുന്നത്. ഇത് നമ്മുടെ സാധാ A4 ഷീറ്റ്സ് പോലെ തന്നെയാണ്, പിന്നെ കളർ ഉണ്ടെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ആ ഒരു സ്ട്രക്ചറും തിക്നെസ്സും ഒക്കെ തന്നെയാണ് ഇതിനും ഉള്ളത്. ഇത് കുറച്ച് ഫെൽറ്റ് ഫ്ലവേഴ്സ് ആണ്. ഇതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ വലിയ ആവശ്യമൊന്നും ഇല്ല, നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ കളറൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. പിന്നെ ഇത് വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഐഡിയ എൻ്റെ മനസ്സിലുണ്ട്. ഈ മെറ്റീരിയൽ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് വളരെ അത്യാവശ്യം വേണ്ടിയിരുന്ന ഒരു സാധനമാണ് ഇത്. നിങ്ങൾ ഓൾറെഡി എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു ലേസ് കണ്ട് മടുത്തിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് ആ ലേസ് ഭയങ്കര ഇഷ്ടമാണ്. അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ക്യൂട്ടാണ്. അപ്പോൾ ഏകദേശം അതേപോലത്തെ തന്നെ കുറച്ച് കളറിലും പാറ്റേണിലും ഡിഫറൻസ് വരുന്ന 4 ലേസിൻ്റെ ഒരു സെറ്റാണ് ഇത്. ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും അത്യാവശ്യം വേണ്ടത് നല്ല ഷാർപ്പായിട്ടുള്ള ഒരു കത്രികയാണ്. ആ പറഞ്ഞ ഷാർപ്നെസ് എൻ്റെ കത്രികയ്ക്ക് ഒന്നുമില്ല, അതുകൊണ്ട് ഞാനൊരു പുതിയ കത്രിക തന്നെ വാങ്ങി. ഇത് 3 എണ്ണം വരുന്ന LED ടീ ലൈറ്റ്സ് ആണ്. നമ്മളൊത്തിരി ടീ ലൈറ്റ് ഹോൾഡേഴ്സും നൈറ്റ് ലാംപ്സും ഒക്കെ ഉണ്ടാക്കുന്നതല്ല, അപ്പോൾ അതിനകത്തൊക്കെ വെക്കാനായിട്ട് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇതിന് ഞാൻ പ്രതീക്ഷിച്ച അത്രയും ബ്രൈറ്റ്നസ്സും ഇല്ല, പിന്നെ ബിലോ ആവറേജ് ക്വാളിറ്റിയും ആണ്. എൻ്റെ അടുത്തുണ്ടായിരുന്ന വൈറ്റ് ഗ്ലൂ ആണ്, ക്ലിയർ ഗ്ലൂ ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് ബലൂൺസ് ആണ്. എൻ്റെ അടുത്തുണ്ടായിരുന്ന ബലൂൺസ് ഒക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാൻ നേരത്തെ യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. ക്ലേ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല യൂസ്ഫുൾ ആയിരിക്കും ഈ സാൻഡ് പേപ്പർ. ലാസ്റ്റ് ടൈം ഒരു ക്ലേ ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇത് തപ്പി നടന്നിട്ട് കാണാത്തതുകൊണ്ട് ഞാൻ എൻ്റെ നെയിൽ ഫൈലർ വെച്ചിട്ടാണ് ലാസ്റ്റ് ഫയൽ ചെയ്തെടുത്തത്. ഇത് നമ്മുടെ ഇലാസ്റ്റിക് നൂലാണ്. ലാസ്റ്റ് ഡേ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് എൻ്റെ അടുത്ത് ഇലാസ്റ്റിക് നൂലില്ല എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ ആഗ്രഹം അന്നങ്ങ് ഉപേക്ഷിക്കേണ്ടി വന്നു. ഇനിയിപ്പോൾ ഇലാസ്റ്റിക് നൂല് കിട്ടിയതുകൊണ്ട് ഒരെണ്ണം ഉണ്ടാക്കി നോക്കണം. ഇത് അത്യാവശ്യം വലിപ്പമുള്ള 2-in-1 സ്കെച്ച് ബുക്കാണ്. ഇത് ഡ്രോയിങ്ങിനും പെയിൻറ്റിങ്ങിനും ഒക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും ഈ പേപ്പേഴ്സ്. 2-in-1 എന്ന് പറയാൻ കാരണം ഇതിനകത്ത് 2 ഷെയ്ഡ്സിലുള്ള പേപ്പേഴ്സാണ് കൊടുത്തേക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള പേപ്പേഴ്സാണ്. ഇതിൻ്റെ ഷീറ്റ്സ് നമുക്ക് കീറിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. കുറേ നാൾ മുന്നെയാണ് ഞാനൊരു പെയിൻറ്റിൻ്റെ സെറ്റ് വാങ്ങിയത്. അതിലെ മിക്ക കളേഴ്സ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് അതിൻ്റെ വലിയ ബോട്ടിൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എന്തോ ആവശ്യത്തിന് നോക്കിയപ്പോൾ റെഡും പിങ്കും ഒക്കെ തീർന്നിരിക്കുന്നു. ഒരു സെറ്റിൽ വരുന്നത് 40 കളേഴ്സ് ആണ്.
എല്ലാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കളേഴ്സാണ്. ഇത്രയാണ് ഞാൻ ക്രാഫ്റ്റ് ഐറ്റംസ് ആയിട്ട് വാങ്ങിയത്. ഇനി കുറച്ച് ഐറ്റംസ് ഞാൻ കിച്ചണിലേക്ക് വാങ്ങിയിട്ടുണ്ട്. ഇത് 2 എയർ ടൈറ്റ് ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ആണ്. കിച്ചണിൽ നമുക്ക് എന്തെങ്കിലും പൊടികളോ സ്നാക്സോ ഒക്കെ ഇട്ട് വെക്കാനായിട്ട് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അത്യാവശ്യം വലിപ്പമുള്ള 2 ഗ്ലാസ് ബൗൾസ് ആണ് ഇത്. എൻ്റെ കിച്ചണിലുണ്ടായിരുന്ന ഒരു ബൗൾ ഞാൻ ഈ ഇടയ്ക്ക് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് വാങ്ങിയതാണിത്. ഇതുപോലത്തെ 2 ക്ലോത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. വെള്ളമൊക്കെ നല്ലപോലെ പെട്ടെന്ന് അബ്സോർബ് ചെയ്തെടുക്കുന്ന മെറ്റീരിയലാണ്. ഇതെന്താണെങ്കിലും കിച്ചണിലേക്കും പിന്നെ നമ്മുടെ ടേബിളൊക്കെ തുടയ്ക്കാനും ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും. കഴിഞ്ഞ ദിവസം ക്ലേ വെച്ച് ക്രാഫ്റ്റ് ചെയ്യുന്ന വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായില്ലേ, ക്ലേ വരുത്താൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തത് ചപ്പാത്തി വരുത്താൻ ഉപയോഗിക്കുന്ന റോളറാണ്. അപ്പോൾ അതിന് പകരം കിച്ചണിലേക്ക് വാങ്ങിയതാണ് ഇത്. ടോട്ടൽ ഇത്ര സാധനമാണ് വാങ്ങിയത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.